കോൺഗ്രസ്സിലെ ഈ പുനഃസംഘടന കൊണ്ട് വലിയ ദോഷങ്ങളാണ് വരുന്നതെന്നാണ് നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഓരോ കാഴ്ചകൾ. അതായത് AICC ഒരു യോഗം വിളിച്ചു, അതിൽ മുൻ KPCC പ്രസിഡന്റുമാരെ വിളിച്ചു. അപ്പോൾ അതിൽ കെ സുധാകരനും മുല്ലപ്പള്ളിയും സുധീരനും ഒന്നും പങ്കെടുത്തില്ല. അതുമാത്രമല്ല, സണ്ണി ജോസഫിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്ന് ഈ ശശി തരൂർ, ഡീൻ കുര്യാക്കോസ്, ആൻ്റോ ആൻ്റണി, രാജ്മോഹൻ ഉണ്ണിത്താൻ, MK രാഘവൻ, VK ശ്രീകണ്ഠൻ, ബെന്നി ബെഹനാൻ എന്നിവരാണ് മാറിയുന്നത്. അതായത് കോൺഗ്രസ്സിലെ ഒരു പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ അതൃപ്തിയിലാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. K മുരളീധരനും പലതും വിളിച്ചു പറയുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഒരു പുനഃസംഘടന കൊണ്ട് കോൺഗ്രസ്സിന് ഗുണം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, അല്ലേ? ഒരിക്കലും ഗുണമുണ്ടാവില്ല. കാരണം ചില വീടുകളിൽ കാരണവന്മാർ സ്വത്ത് ഭാഗം വെക്കും. അപ്പോൾ എല്ലാ മക്കളും വിചാരിക്കും പ്രധാനപ്പെട്ടത് ഞങ്ങൾക്ക് കിട്ടും. എന്നാൽ ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റും. ആ കൊടുക്കുന്നതിനോടുള്ള വിരോധം ഉണ്ടാകും. ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ പേരുകളിൽ നിന്നും വിട്ട് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു കഴിഞ്ഞ 37 പ്രസിഡന്റുമാരുണ്ടായിട്ട് ഒരു ദളിതനെ പോലും വെച്ചില്ല. എനിക്ക് ആ പ്രയോഗം എന്താണെന്ന് മനസ്സിലായില്ല. ഒരു ദളിതൻ വന്നാൽ എന്താ KPCC അങ്ങ് കൊടുമുടി കയറും. ഇതവിടെ ഒരു ജാതിക്കാട് ഇറക്കി കളിക്കുകയാണ്. ഈ ജാതിക്കാട് ഇറക്കി കളിക്കൽ ഇതുപോലുള്ള കാര്യങ്ങൾ കോൺഗ്രസിനെ നശിപ്പിക്കുകയും ചെയ്യും. പിന്നെ സണ്ണി ജോസഫ് എന്ന് പറയുന്നത് അദ്ദേഹം KPCC പ്രസിഡന്റ് ആയതോടെ സുധാകരന് ഭയങ്കര താല്പര്യമായി. കാരണം സുധാകരൻ്റെ കീഴിൽ വളർന്നു വന്ന ആളാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല കണ്ണൂർ മേഖലയിൽ നിന്ന് വന്ന ആളാണ്. ആൻ്റോ ആൻ്റണിക്ക് എതിർപ്പുണ്ടാകും. കാരണം ആൻ്റോ ആൻ്റണിയുടെ പേര് ആദ്യം പരാമർശിക്കപ്പെട്ടു, സജീവമായി വന്നു. അത് KC വേണുഗോപാലിൻ്റെ കളികളാണെന്ന് പറയും. അത് റോബർട്ട് വാദ്ര വരെ അതിൻ്റെ പിന്നിലുണ്ടെന്ന് പറയുന്നു. ഇത് പറച്ചിലാണ് കേട്ടോ. എന്നാൽ സുധാകരൻ്റെ സന്തോഷം എന്താ? KC വേണുഗോപാൽ നിർദ്ദേശിച്ച ഒരാളെ വെച്ചില്ല. അതുകൊണ്ടാണ് സുധാകരൻ പറഞ്ഞത് ഞാൻ മാറില്ല, എന്നോടാരും മാറാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം മാറുന്നില്ലെങ്കിൽ എന്ത് ചെയ്തേനെ? പിടിച്ചു മാറ്റാൻ പറ്റുമോ? ഇദ്ദേഹം പറയാണ് ഞാൻ 4 വർഷമായിട്ടുള്ളൂ, എൻ്റെ കുറവുകൾ പറയൂ, അത് നിങ്ങൾ പരസ്യമായിട്ട് പറയൂ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ദോഷം ഉണ്ടാക്കില്ലേ? അപ്പോൾ സുധാകരൻ തൻ്റെ പിൻഗാമിയായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നു എന്നുള്ള സന്തോഷം സുധാകരനുണ്ട്. ഇനി ആൻ്റോ ആൻ്റണി ഉൾപ്പെടെ KC വേണുഗോപാൽ ഉൾപ്പെടെ റോജി എം ജോൺ ഉണ്ട്. ഇവർക്കുമൊക്കെ ഈ പ്രസിഡന്റ് പദവി ആഗ്രഹിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ബിനു, എൻ്റെ ചോദ്യമുണ്ട്, ഇതിലാര് വന്നാൽ എന്താ? KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് ഉടനെ കോൺഗ്രസിനെ ഉന്നമനത്തിലേക്ക് എത്തിക്കാമെന്നാണ്? ഇല്ല. പിന്നെ നമ്മൾ സണ്ണി ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ സണ്ണി ജോസഫ് K മുരളീധരൻ പറഞ്ഞു ഒരു പോസ്റ്ററിൽ തല കണ്ടാൽ ഇത് ആരാണെന്ന് ചോദിക്കാത്ത ഒരാളായിരിക്കണ്ടേ KPCC പ്രസിഡന്റ് ചോദിച്ചിരുന്നായിരുന്നു. ഇപ്പോൾ പുതിയത് K മുരളീധരൻ പറയുന്നത് MPമാരും MLA മാരുമായിട്ടുള്ളവരെ ആക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർക്ക് മറ്റ് ചുമതലകൾ ശ്രദ്ധിക്കാൻ കഴിയില്ലെന്ന്, മണ്ഡലത്തെ ശ്രദ്ധിക്കാൻ. അത് MLA MP അല്ലാത്ത ആളാരാണ്? അതുകൊണ്ടാണ് മുരളീധരൻ അതാണ് അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെ ഉള്ളിലെ ചില ആഗ്രഹങ്ങൾ പുറത്തു വരികയാണ്, അറിയാതെ പുറത്തു വരികയാണ്. ഇനി ഞാൻ സണ്ണി ജോസഫിലേക്ക് വരാം. അദ്ദേഹം അഡ്വക്കേറ്റാണ്, DCC പ്രസിഡൻ്റായിരുന്നു. വളരെ സൗമ്യനായ മനുഷ്യനാണെന്ന് തോന്നുന്നു. കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ആളാണ്. എന്നാൽ ആ മനുഷ്യൻ പ്രസിഡൻ്റായി സ്ഥാനമേറ്റിട്ട് അദ്ദേഹത്തിന് ഒരു സ്പേസ് കൊടുക്കണ്ടേ? ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണ്ടേ? എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത്? ഇവിടെ സുധാകരൻ വന്നു. സുധാകരൻ പറഞ്ഞു സെമി കേഡർ പാർട്ടിയാക്കാൻ പോവുകയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു. സെമി കേഡർ ആയോ? പുനഃസംഘടന എന്ന് പറഞ്ഞു. KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പുനഃസംഘടന പൂർത്തിയായോ? ഇല്ല. അപ്പോൾ ഇനി സുധാകരനെ പോലെ ശക്തനായ അല്ലെങ്കിൽ തീപ്പൊരിയായ ഒരു മനുഷ്യൻ അങ്ങനെ നിന്നിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വളരെ സൗമ്യനായ ഒരാൾ വന്ന് ചെയ്യുമോ എന്ന് പലർക്കും സംശയം ഉണ്ടായേക്കാം. എന്നാൽ ഈ ജലം ശാന്തമായി കിടക്കുന്നു, അടിയൊഴുക്കുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് തൊഴുത്തിൽ കുത്തിൻ്റെ അടിയൊഴുക്കല്ല. ഇയാൾ ശക്തനാണോ എന്ന് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു 6 മാസത്തെ സമയം കൊടുക്കണം. ചിലപ്പോൾ ഇദ്ദേഹം ശക്തനായി എല്ലാ പുനഃസംഘടനകളും, അതായത് KPCC, ഞാൻ പറയട്ടെ, കേരളത്തിലെ DCC ഓഫീസുകൾ നോക്കുക. എറണാകുളത്തൊരു മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ആൾ മാത്രം കൊണ്ട് ശക്തനായ ഒരാളെന്ന് പറയുന്നത്, ബാക്കി എല്ലാ സ്ഥലങ്ങളും നിർജ്ജീവമാണെന്ന്. അത് സാറ് പറഞ്ഞത് കറക്റ്റാണ്. നമുക്ക് ഒരു 6 മാസം ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റപ്പം എല്ലാവരും പറഞ്ഞു ഇയാളെ കൊണ്ട് ഇതുവല്ല നടക്കുമോ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ ശക്തനല്ല. ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലായിരുന്നെങ്കിൽ അതെ
സോളാറും അതിനു മുമ്പ് ഉള്ള സമരങ്ങളും. അല്ല, ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിലെ പ്രതികളെ പിടിക്കാനായിട്ട് പോലീസിനെ അഴിച്ചുവിട്ടതല്ലേ? അതെ അതെ. ഒന്നും നോക്കണ്ട, ഒരു മുഖവും നോക്കണ്ട, അങ്ങനെയാണല്ലോ ആ മലമുകളിൽ പോയി പിടിച്ചത്. അതെ. അത് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂരായതുകൊണ്ട് മാത്രമാണ്. അപ്പം തിരുവഞ്ചൂർ ശക്തനായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ പ്രവർത്തിക്കാൻ സമയം കൊടുത്താലേ അയാളുടെ കഴിവെന്താണെന്ന് അറിയാൻ പറ്റും. എൻ്റെ ബലം ഞാൻ ഈ സണ്ണി ജോസഫിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും ഈ സംസാരമൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു അയാൾ ശക്തമായി കോൺഗ്രസിനെ കൊണ്ടുവരും. അതിനൊരു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഒരു കേഡർ പാർട്ടിയുടെ നേതാവിനെ പോലെയല്ല, സൗമ്യനായി സംസാരിച്ചുകൊണ്ട്, എന്നാൽ കാര്യമാത്ര പ്രസക്തമായി സംസാരിച്ചുകൊണ്ട് ഈ പറയുന്ന ആളുകളെ കൺവിൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് മിടുക്കുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നിർജ്ജീവമായി കിടക്കുന്ന DCC ഓഫീസുകൾ, DCC ഒക്കെ പുനഃസംഘടിപ്പിക്കണം. കഴിവുള്ള ആ ഡിസ്ട്രിക്റ്റിൽ കഴിവുള്ള ആരാണ് അയാളെ കൊണ്ടുവരണം. അതിന് സണ്ണി ജോസഫിന് കഴിവുണ്ടാകും. ഇനി മൂന്നാമതൊരു കാര്യം, ഇതെല്ലാം അടുത്ത ഭരണം പിടിക്കാൻ വേണ്ടിയാണല്ലോ. ഇപ്പം 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് VD സതീശൻ പറയുന്നത്. അത് പിന്നെ നമുക്കെപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു സംഘടനയുടെ കാര്യത്തിലും രാഷ്ട്രീയക്കാരാണെങ്കിലും ഇപ്പം CPM പറയില്ലേ, ഇന്ത്യ ഭരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയും. ആകെ 4 MP-മാരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയക്കാർക്ക് പറയാം. VD സതീശൻ, BJPയും പറഞ്ഞു, സുരേന്ദ്രൻ പറഞ്ഞു 39 സീറ്റുകൾ നേടും, നമ്മൾ അധികാരത്തിൽ വരുന്നു സുരേന്ദ്രൻ പറഞ്ഞു. അത് ഒരു മണ്ടൻ പ്രഖ്യാപനമായിരുന്നു. കാരണം വെച്ചാൽ അത് കാശ് കൊടുത്ത് മേടിക്കുന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത് ആയിരിക്കാം. VD സതീശൻ പറയുന്നത്, സതീശൻ കേരളത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുന്നു, ഭരണവിരുദ്ധ വികാരമുണ്ട്, അതുകൊണ്ട് ഈസിയായിട്ട് കോൺഗ്രസിനെ അങ്ങ് ജയിപ്പിച്ചു വിടുമെന്നുള്ളൊരു ധാരണയുണ്ട്. അത് പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. സഹി കെട്ടിട്ട് ഇന്ന് ഇവർക്കാണ് ഇവർക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് കുത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ജനങ്ങൾ അങ്ങനെ അസ്വസ്ഥതയുള്ളവർ വോട്ട് ചെയ്യാൻ പോകാതിരിക്കും. രണ്ടാമത്തെ കാര്യം, ഓപ്ഷൻസ് ഉണ്ട്, നോട്ടയുണ്ട്. അല്ലാതെ തന്നെ രാഷ്ട്രീയത്തിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. BJP ശക്തമായിട്ട് വരുന്നുണ്ട്. എന്നാൽ BJPക്ക് തുണയൊന്ന് കൊടുത്തു കളയാമെന്ന് വിചാരിക്കുന്ന ആളുകളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഈ ആശ അത് ബാലികേറാമലയാണ്. ആശകൾ നല്ലതാണ്. എന്ത് മാനദണ്ഡത്തിലാണ് 100 സീറ്റ്? 71 സീറ്റ് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് മറ്റു നേതാക്കന്മാർ. തീർച്ചയായിട്ടും പുറത്ത് പറയുന്നില്ല. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞതുപോലെ തന്നെ ഇതിവിടെ ഒരു തൂക്ക് മന്ത്രിസഭ വരുന്ന, തൂക്ക് ഭരണം വരുന്ന ഒരു അവസ്ഥ. 71 സീറ്റ് UDF-നെ സംബന്ധിച്ച് കിട്ടിയിട്ട് ഒരു 3 മാസം പോലും പോകത്തില്ല. ഇപ്പോൾ 41 സീറ്റേ ഉള്ളൂ. ഇനി 30 സീറ്റും കൂടെ പിടിച്ചാൽ 71 ആവും. ഈ 71 പിടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി കൊണ്ടുപോയാൽ ഒരു നടക്കില്ല. ട്രിപ്പീസിയം കളി കളിച്ചിട്ട് കൊണ്ടുപോകാനുള്ള ലീഗ് കുറേ ആവശ്യങ്ങൾ ഉന്നയിക്കും. സ്വാഭാവികമായിട്ടും ലീഗ് ഇടതുപക്ഷത്തേക്ക് പോവുകയും. അല്ല, ലീഗ് ഒരു പരിധി വരെ മുഖ്യമന്ത്രി സ്ഥാനം വരെ ചോദിച്ചാളെ, എന്നിട്ട് ആ പേരും പറഞ്ഞ് പോവുകയും ചെയ്യും. കാരണം അവർ പറയുന്നത് അവർക്കുള്ളിൽ തൊഴുത്തി കുത്തില്ലല്ലോ. നിങ്ങളിപ്പോൾ ആര് മുഖ്യമന്ത്രി ആയാലും മറ്റവൻ പാലം വലിക്കാൻ ശ്രമിക്കും. ഈ കോൺഗ്രസിൻ്റെ ശാപം എന്ന് പറയുന്നത് ഇതുപോലുള്ള, ഇപ്പോൾ ആരോ പറയുന്നത് കേട്ട്, കടൽക്കിഴവന്മാർ വന്നിരുന്ന് ആക്രമിക്കുകയാണ്. ശരി, കടൽക്കിഴവന്മാരെ മാറ്റുക, കുറേ പേരെയൊക്കെ മാറ്റുന്നു, യുവതലമുറയിൽ വിശ്വാസമുണ്ട്. പക്ഷേ യുവതലമുറയും ഫ്രീ ആയിട്ട് വിടാൻ ഇവർ സമ്മതിക്കില്ല. ഈ കിഴവന്മാരെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് സീനിയേഴ്സിനെ നമ്മൾ അവഹേളിക്കേണ്ട, അവരും കൂടി ഉണ്ടെങ്കിൽ ഈ ഭരണം നന്നായി പോകുള്ളൂ. ഭരണപരിചയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ BJP എടുത്ത് പരിശോധിച്ചാൽ നരേന്ദ്രമോദി ഉണ്ട്, അതുപോലെ CPM പരിശോധിച്ചാൽ പിണറായി ഉണ്ട്, കോൺഗ്രസിന് നല്ല യുവനിരയുണ്ട്, പക്ഷേ ഒരു ശക്തനായ നേതാവില്ല. അതാണ് ഏറ്റവും വലിയ ശാപം. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നതെന്ന് ഇപ്പോൾ പറയുന്നതല്ല, നാളെ. കേരളത്തിലെ കാര്യത്തെ സംബന്ധിച്ചാണെങ്കിൽ KC വേണുഗോപാലാണ് ഹൈക്കമാൻഡിലെ അവസാനമാക്കുക. KC വേണുഗോപാലിന് പ്രത്യേക താല്പര്യങ്ങളില്ല. ഞാൻ പറയുന്നു KC വേണുഗോപാലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരള മുഖ്യമന്ത്രിയാകും. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ അതേ ഉള്ളൂ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ആൻ്റോ ആൻ്റണിയെ പ്രസിഡന്റ് ആക്കാമെന്നൊക്കെ വിചാരിച്ച് ചില കളികൾ കളിക്കാമെന്ന് വിചാരിച്ചത്. അത് പാളിപ്പോയി. പക്ഷേ ഇപ്പോഴും അയാളുടെ ഉള്ളിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അന്നേരം ഇവിടെ മറ്റ് ഭാഗത്ത് പറയുന്നു MP-മാരായിരിക്കുന്നവർ ഇനി MLA സ്ഥാനത്തേക്ക് മത്സരിക്കരുത്. അത് ശക്തമായി പറയുന്ന ആൾ മുരളീധരനാണ്. മുരളീധരൻ ഇപ്പോൾ എന്തും പറയും, കാരണം ഒന്നുമല്ല. അത് മാത്രമല്ല, ഒരു നിരാശയുടെ സംസാരം കേട്ടിരുന്നു. ഇവർക്കൊക്കെ എൻ്റെ ഗ്രാഫ് താഴ്ന്നു, ഇവർക്കൊക്കെ ഡൽഹിയിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും, ഞാൻ പെൻഷൻ കാശിൽ നിന്ന് മുടക്കിയാണ് ഡൽഹിക്ക് പോകുന്നത്. മുരളീധരൻ പറഞ്ഞു.
ഇതിലൊക്കെ ഒരു നിരാശ തൃശ്ശൂർ നിന്നതോടുകൂടി എൻ്റെ ഗ്രാഫ് താഴ്ന്നു, പ്രതാപൻ്റെയും ഗ്രാഫ് താഴ്ന്നു എന്ന് പറഞ്ഞു. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പാർട്ടിക്ക് അധീനനായി നിന്നതുകൊണ്ടാണ്, പാർട്ടി പറയുന്നത് കേട്ട് നിന്നുകൊണ്ട്. ഒരു പരിധിവരെ അത് സത്യമാണ്. അത് സത്യമാണ്. ആ സത്യം മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? മുരളീധരന് കറക്റ്റായ ഒരു പോസ്റ്റ് കൊടുക്കണം, പൊസിഷൻ കൊടുക്കണം. ഞാൻ പറയുന്നത് സണ്ണി ജോസഫ് മോശമാണെന്നോ അയാളെ കൊണ്ടുവന്നത് ജാതി സമവാക്യങ്ങൾ അല്ലെ മതപരമായ ചില കാര്യങ്ങൾ മുൻനിർത്തിയാണെങ്കിൽ അത് കോൺഗ്രസ് ചെയ്തത് വൃത്തികേട് തന്നെയാണ്. ഒരു കത്തോലിക്കനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അത് ദോഷം തന്നെയാണ്. എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ കെ മുരളീധരനെ പ്രസിഡൻ്റായി കൊണ്ടുവരണം. അയാൾ ശക്തനായ പ്രസിഡൻ്റാണെന്ന് നേരത്തെ തെളിയിച്ച ആളാണ്. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജിവെച്ച് മന്ത്രിയാകാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കെ മുരളീധരനെ കൊണ്ടുവന്നാൽ ഈ കെ.സി. വേണുഗോപാലിനോ സതീശനോ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുക. അത് നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? ഒരു ശക്തനായ ഒരാളെ കൊണ്ടുവന്ന് കോൺഗ്രസിനെ നല്ല നിലയ്ക്ക് കൊണ്ടുപോകുക എന്നുള്ളതല്ല, മറ്റവനെ ചവിട്ടിയിട്ട് എനിക്ക് എങ്ങനെ കയറാം. ഞണ്ട് ശാസ്ത്രമാണ്. ഞണ്ടിനെ പിടിച്ച് ഒരു പാത്രത്തിലിട്ടാൽ ഒരെണ്ണം വലിഞ്ഞു കയറുമ്പോൾ അതിന് കാലിൽ പിടിച്ച് പിടിക്കുന്ന മറ്റേ ഞണ്ടിൻ്റെ സ്വഭാവമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് ഇനിയും 1 വർഷത്തെ കാലതാമസമുണ്ട് നിയമസഭാ ഇലക്ഷൻ. നിങ്ങൾ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക. അത് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് അധികാരത്തിൽ വരണമെങ്കിൽ ഈ പടലപ്പിണക്കങ്ങൾ ഒഴിവാക്കി ശക്തമായി മുന്നേറുക. മാത്രവുമല്ല, ഭരണത്തിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയുന്നു, അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ജനങ്ങളെ സ്നേഹിക്കുകയും ജനങ്ങളെ സേവിക്കുകയും ചെയ്യുന്ന നേതാക്കളായി മാറാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വോട്ടേഴ്സ് പഴയതുപോലെയല്ല. ഒരു നേതാവ് പറയുന്നത് വോട്ട് ചെയ്യുന്നവരല്ല, അവർ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അധികാരമോഹം 100 സീറ്റ് എന്നൊക്കെ മോഹിക്കാം. ആ മോഹത്തിലേക്ക് അതിൻ്റെ 80 സീറ്റോ 75 സീറ്റോ എങ്കിലും കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ നിസ്വാർത്ഥമായ സേവനം ചെയ്യുക. അതായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.